നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ച വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. സംഭവത്തിൽ തിരുവനന്തപുരം SK ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി അഖിലിന്റെ കുടുംബം രംഗത്തെത്തി. 5 മണിക്കൂറിലേറെ ചികിത്സ കിട്ടിയില്ലെന്നും ആശുപത്രിയിലെ പരിശോധനാ യന്ത്രം തകരാറിലായത് മറച്ചുവെച്ചതായും കുടുംബം ആരോപിക്കുന്നു. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ്. നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണ ആവശ്യം. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ്. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല. നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SK പോകാൻ പോയി. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SK തന്നെ പോകണമെന്ന് പറഞ്ഞ് SK വിട്ടു. SK 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ, സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ്, ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വേറെ ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വേറെ ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അതവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അതവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റും. പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ അഖിൽ മോഹനെ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ICU യൂണിറ്റും കിടക്കുകളും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് SK ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുമായിരുന്നു. നല്ലപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ നോക്കാത്തോണ്ട പറയാ. എന്താണ് ശരിക്കും സംഭവിച്ചത്? കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയുടെ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SK കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SK ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എൻ്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് ഡോക്ടർമാർ നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കേട്ടിട്ട് ബ്ലോക്കല്ല, ഇത് കണ്ട ഇത് ബ്ലോക്കല്ല എന്തോന്നൊക്കെ TV കാണിച്ചിട്ട് ഇറങ്ങി. അവിടെ താഴെ വെച്ച് വന്നതിന് അവൻ കുറേ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഒരാഴ്ച ചികിത്സ തന്നെയാണ് ഒരു ഭാഗം എന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എൻ്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എൻ്റെ മക്കളാണ്. ഇനി ഞാൻ
എൻ്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. അപ്പോൾ നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവരുതായ ഒരു സഹോദരനാണ്, അവർക്ക് മരിച്ചുപോയതാണ്. ഞാൻ ആരും അല്ല, പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നമുക്ക് തന്നെ വിഷമം. അതെ, നൂലെട്ടാണ്. അപ്പോൾ എനിക്ക് തന്നെ കേൾക്കുന്ന വിഷമമായി. കാരണം എൻ്റെ അച്ഛൻ ഇതേ പേഷ്യൻ്റ്, ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പം ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ ഇവിടെ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേര് ഡെത്തായി. അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കണ ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. BV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ അഖിലെന്ന ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്തത് ആശുപത്രികളുടെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ കുടുംബം ആരോപിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയാണോ പ്രധാനമായും അവർ ഈ ആരോപണമായി ഉന്നയിക്കുന്നത്, അതോ SK ആശുപത്രിക്കെതിരെയാണോ പ്രധാനപ്പെട്ട ആരോപണം? കാരണം 5 മണിക്കൂറിലേറെ ചികിത്സ നിഷേധിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പറയുന്നു അവിടെ ICU യൂണിറ്റും കിടക്കുകളില്ലെന്ന് പറഞ്ഞയക്കുന്നു. ഈ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം. അതോടൊപ്പം ഈ വീഴ്ച വരുത്തിയ ഈ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് അവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുമോ? ടോം, 3 ആശുപത്രികളിലായാണ് ചികിത്സ തേടി പോകേണ്ടി വന്നതെന്നാണ് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. ആദ്യം ജോലി സ്ഥലത്ത് വെച്ച് അഖിലിന് ശാരീരിക അസ്വസ്ഥ ഉണ്ടാകുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കുമ്പോൾ ICUവിൽ ബെഡ് ഒഴിവില്ല എന്ന കാരണം പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയച്ചു. തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ ഈ വലിയ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർ ഇടപ്പഴിഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയാണ്, SK ആശുപത്രിയിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തിച്ച ശേഷം വലിയ അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെയാണ് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഡോക്ടർമാർ അത് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണമാണോ എന്ന് കണ്ടെത്തിയില്ല എന്നൊരു ആരോപണം. മാത്രവുമല്ല, ആദ്യം ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ചില പരിശോധനകൾ നടത്തിയ ശേഷം അകത്തേക്ക് കൊണ്ടുപോയി ഒരു സിസ്റ്റത്തിൽ ചില ചിത്രങ്ങൾ കാണിക്കുന്നു. എന്നിട്ട് ബ്ലോക്ക് ഇല്ല എന്ന കാര്യം ബന്ധുക്കളോട് പറയുകയാണ്. ഈ സമയമൊക്കെ കഴിയുമ്പോൾ മണിക്കൂറുകൾ അവിടെ പിന്നിടുകയാണ്. കൃത്യമായി നോക്കുകയോ ICUവിലേക്ക് കൊണ്ടുപോവുകയോ ആ തരത്തിലുള്ള ഒരു ചികിത്സയും നൽകിയില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ ചിത്രങ്ങളൊക്കെയും കാണിച്ച ശേഷം വീണ്ടും നെഞ്ചുവേദന കൂടുകയാണ്. ആ സമയത്ത് ഛർദി അനുഭവപ്പെടുന്നു. തുടർന്ന് വലിയ തരത്തിൽ അവശനാകുന്നു, പരിഭ്രാന്തി കാണിക്കുകയൊക്കെയും ചെയ്യുന്നു. ആ സമയത്തൊക്കെ ബന്ധുക്കൾ ഡോക്ടർമാരോട് പറയുന്നുണ്ട് കൃത്യമായ ചികിത്സ നൽകണമെന്ന കാര്യം. പക്ഷേ അവിടെയൊന്നും കാര്യമായ ഒരു നടപടി ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ വാർഡിലേക്ക് കൊണ്ടുപോവുകയും ആൻജിയോഗ്രാം വേണമെന്ന ഒരു കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും അഖിൽ മരണപ്പെട്ടു. പിന്നീട് മരണത്തിന് ശേഷമാണ് ആൻജിയോഗ്രാമിന് വിധേയമാക്കുന്നത്. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ഇത് വലിയ തുക, അതായത് ഭീമമായ ബില്ല് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആരോപണം. മാത്രവുമല്ല, മറ്റ് രോഗികൾക്കും ഇതേപോലെ ആൻജിയോഗ്രാം നിഷേധിച്ചു എന്ന ആരോപണം അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ആ രോഗികളുടെ ബന്ധുക്കളും അവിടെ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് മരണം എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ അവിടെ പറയുന്നത്. ഒന്നിൽ കൂടുതൽ മരണങ്ങൾ എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മരണവും അങ്ങനെ തന്നെയാണ്, ചികിത്സ കിട്ടാതെ മറ്റൊരു മരണം കൂടി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നീട് പൂജപ്പുര പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നും രാവിലെ അഖിലിൻ്റെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മൊഴി നൽകിയിട്ടുണ്ട്. അഖിലിൻ്റെ ഒരു കാര്യം പരിശോധിച്ചാൽ 30 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ അച്ഛനാണ് അഖിൽ. പാലോട് സ്വദേശിയാണ്. അഖിലിൻ്റെ ഭാര്യയാകട്ടെ അരുവിക്കര സ്വദേശിയാണ്. ഇപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ് അഖിലിൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ കഴിയുകയാണ്. 30 ദിവസമാണ് കുഞ്ഞിന് പ്രായമായിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതിൽ ഈ 2 ആശുപത്രികൾക്കെതിരെയുമുള്ള, അതായത് ഈ മരണം സംഭവിച്ച പ്രൈവറ്റ് ആശുപത്രി, സ്വകാര്യ ആശുപത്രിക്കെതിരെയുള്ള പ്രധാന ആരോപണം അവിടെ അഖിലിൻ്റെ ബന്ധുക്കൾ, മാതാവ് അടക്കമുള്ള ആളുകൾ അവിടെ പറയുന്നത് ഈ അനാസ്ഥയെക്കുറിച്ച് തന്നെയാണ്. അവിടെ എത്തിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്, ഏതാണ്ട് 5.5 മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിട്ടും കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന കാര്യമാണ്. പക്ഷേ
മറ്റൊരു ഗുരുതരമായ കാര്യം നമുക്ക് പറയാം. അതെന്തുകൊണ്ടാണ് ഈ ചികിത്സ അത്രയും വൈകാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ SK ആശുപത്രിയുടെ വീഴ്ച തന്നെയാണ് പ്രധാനമായും ഈ യുവാവിൻ്റെ മരണത്തിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വിശദീകരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ വിനോദ്? ഇതുവരെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലും ഈ അഖിലിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്, അതായത് അല്പസമയം മുൻപാണ് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി അവിടെ എത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ മൊഴി നൽകുകയും മറ്റ് നടപടികൾ, പോലീസിൻ്റെ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി പോലീസും അഖിലിൻ്റെ ബന്ധുക്കളുമായിട്ടാണ് അല്പസമയം മുൻപ് ബോഡി ഏറ്റുവാങ്ങാനായി എത്തിയത്. അപ്പോഴും അവർ ഉന്നയിക്കുന്ന ആരോപണം കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കുന്നുവെന്നാണ്. അതായത് ഈ ആശുപത്രിയിലെത്തി ഈ മരണം സംഭവിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള രേഖകൾ ഇപ്പോൾ ആശുപത്രി നൽകിയത് വ്യാജരേഖകളാണ്. പല ക്രമക്കേടുകളും അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായി ഈ രേഖകളുടെ ഒരു സത്യസന്ധത സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ പോലീസിൻ്റെ പരിശോധനയല്ല പ്രധാനമായും വേണ്ടത്. ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന നിലയ്ക്ക് അവിടെ കാര്യങ്ങൾ പരിശോധിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ഏത് തരത്തിലുള്ള ചികിത്സയാണ് അഖിലിന് നൽകിയത്, അതോടൊപ്പം തന്നെ ഈ ആൻജിയോഗ്രാം അതുമായി ബന്ധപ്പെട്ട് അവിടെ അത് നടത്തുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അഖിലിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശരിയാണോ, പറഞ്ഞത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് കൃത്യമായി ഒരു മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകണം. നേരത്തെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വെന്റിലേറ്റർ നൽകാതെ ആളിനെ അവിടെ നിന്ന് ഒഴിവാക്കി മരണം സംഭവിച്ച സംഗതി, അതിൽ വലിയ അന്വേഷണം നടന്നു. അന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് വകുപ്പ് തല നടപടികളൊക്കെയും സ്വീകരിച്ചതാണ്. പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സാഹചര്യമല്ല. ഒരുപാട് ആളുകൾ അങ്ങനെ അപകടത്തിൽപ്പെട്ട് ഈ ICUലേക്ക് എത്തുന്ന ഒരു സാഹചര്യമല്ല. നമുക്കറിയാം, അങ്ങനെ എന്തെങ്കിലും വലിയ അപായങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആളുകളെ കൂട്ടത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നത്. ഈ കോവിഡ് സമയത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആരോഗ്യനില മോശമായവരുടെ ഈ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ICUവിൽ പ്രവേശനം, വെന്റിലേറ്റർ അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു ആശങ്കയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമുള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് ചികിത്സ നിഷേധിച്ചു എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു സർക്കാർ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തുന്നത്. നെഞ്ചുവേദന തീർച്ചയായും അത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. വിനോദ്, ഇപ്പോൾ ഈ മരിച്ച അഖിലിന്റെ ബന്ധുക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ വാക്കുകളിലേക്ക്. ഈ രോഗി റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിറങ്ങുന്നു. ഇതിനിടയ്ക്ക് ഇവർ ഞങ്ങളെ വിളിക്കുന്നു, ഇപ്പോൾ ഒരു കാർഡിയക് ഇതും കൂടെ വന്ന് മരിച്ചു. ഇങ്ങനെയാണ് സംഭവിച്ചത്. 7:30 മരിച്ചെന്നാണ് അവർ പറയുന്നത്. ഇത് ഈ രാവിലെ ഏകദേശം ഒരു 3:30-4 മണിയോടുകൂടി തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ആൾ ഡെത്തായി. ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡോക്ടറിന്റെ വായിൽ നിന്ന് തന്നെ അൺഒഫീഷ്യലായിട്ട് ഞങ്ങൾ കേട്ടു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണവിവരം കൃത്യമായി അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവര് ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ 5 മണിക്കൂർ ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ല. ആ 5 മണിക്കൂറുള്ള ട്രീറ്റ്മെന്റ് എന്നും പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിലുള്ള കൺസേൺ ലെറ്റർ വരെ ഞങ്ങളെ കൊണ്ട് മരിച്ചതിന് ശേഷം ആണ് ഒപ്പിഡീസ് വായിക്കുന്നത്. ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആൻറ്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ. ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെന്റിലേഷന്റെ സൈനിങ് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഞങ്ങൾ ആ ടൈമിൽ ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു. പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പൂജപ്പുരയിലും കൊടുത്തിട്ടുണ്ട്. FIR അതിന്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, എന്താണ് സംഭവിച്ചത്? ഏത് രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഈ കുടുംബം വിശദമായി തന്നെ പറയുന്നുണ്ട്. SK ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള ഒരു പിഴവല്ല. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് വ്യക്തമാണ്. പക്ഷെ നമുക്കറിയാം, ഈ സമീപകാലങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആലപ്പുഴയിലുമൊക്കെ ഇതേ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ കാരണം നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു
ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്? ആരോഗ്യമന്ത്രി പോലും അവരെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇവിടെയും അതിനപ്പുറം ഈ കുടുംബത്തിനൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണോ വിനോദ്? ടോം, ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണമാണ്. പരാതി ലഭിച്ചു, പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുന്നതിൽ പോലീസിൻ്റെ പരിജ്ഞാനം ഒരുപക്ഷെ അവർക്ക് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ നടപടികൾ സ്വീകരിക്കുക, മറിച്ച് ഈ ആശുപത്രി രേഖകൾ പരിശോധിക്കുക, അതിൻ്റെ ഒരു പരിജ്ഞാനമൊന്നും സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ആരോഗ്യ വകുപ്പിൻ്റെ നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ എത്രമാത്രമാണ് അതിൻ്റെ നിജസ്ഥിതി, അങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ, ചികിത്സ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ തന്നെ അശാസ്ത്രീയ രീതിയിൽ ഈ ജൂനിയർ ഡോക്ടർമാർ അവർക്ക് അവരുടെ പരിചയക്കുറവോ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയും മണിക്കൂറുകൾ ഒരാൾക്ക് ഒരു ചികിത്സയും നൽകിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ആശുപത്രി പുറത്തു നൽകിയിട്ടുള്ള അല്ലെങ്കിൽ കൈമാറിയിട്ടുള്ള രേഖകൾ അത് വ്യാജരേഖകളാണെന്ന് പറയുന്നു. അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ചാൽ മാത്രം ഇതിൻ്റെ വസ്തുതകൾ പൂർണ്ണതോതിൽ വെളിപ്പെടും. കാരണം പിന്നെയും ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി ഇത് തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തര അന്വേഷണം എന്നതിലേക്ക് ആരോഗ്യവകുപ്പ് പോകേണ്ടതുണ്ട്. മാത്രവുമല്ല, അവർ ആദ്യം ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രിയിലേക്കല്ല എത്തുന്നത്, മറിച്ച് സർക്കാർ ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ ICUവിൽ കിടക്ക ഒഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിൽ അതിൻ്റെ വസ്തുത കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരാൾ ഹൃദയാഘാതം ഉണ്ടായി വരുമ്പോൾ പ്രവേശിപ്പിക്കാൻ പറ്റില്ല, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. തുടർന്ന് ഇവർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആവശ്യത്തിനുള്ള ചികിത്സ ഉള്ള ഒരു ആശുപത്രിയല്ല, അവിടെ നിന്നാണ് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കാരണം, ഇത് തുടക്കം ആരംഭിക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം കൂടി വേണം എന്ന ആവശ്യം ഉറപ്പായും ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അതുതന്നെയാണ് ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പോലെ 3 ആശുപത്രികളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വീഴ്ച വരുത്തിയതാരാണ്? അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഈ ഒരു അഖിലെന്ന ചെറുപ്പക്കാരൻ്റെ മരണം അതേറെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരു 30 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ് മരിച്ചത്. ആ ഒരു യുവതിയാണ് വിധവയായത്. നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ, ആരോഗ്യമേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ അനാസ്ഥ ഇതുപോലെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് പോയാലും സമാനമായൊരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് വന്നത്. കൊണ്ടോട്ടിയിലാണ് 4 വയസ്സുകാരൻ്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതിൽ വൻ പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിൻ്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. എന്റെ കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു പനിയോ വേറെന്തെങ്കിലും ഒരു അസുഖമോ ജലദോഷമോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാവുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയും പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ്. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന്ന് മനസ്സിലാക്കണത്. ഇത്രയും ദിവസമായിട്ട് അവരെ ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് ഒരു ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും വിവരങ്ങളുമായി. അനുമോദ്, ഒരു 4 വയസ്സുകാരൻ്റെ ജീവനെടുത്തത് ആശുപത്രിയുടെ അനാസ്ഥയാണ്, ചികിത്സാ പിഴവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, അതിൽ സൂചനകളുണ്ട്. ഈ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് തന്നെയാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ പോലീസിനുൾപ്പെടെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? ഈ മാസം 1-ാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 2-ാം തീയതിയാണ് കൃത്യമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ മുഹമ്മദ് ഷാസിൽ എന്ന കുട്ടിയുടെ അണ്ണാക്കിൽ കമ്പ് തട്ടി ഒരു മുറിവുണ്ടായാണ്
ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അണ്ണാക്കിലെ ഈ ഒരു മുറിവിന് ശസ്ത്രക്രിയ വേണം, കുഞ്ഞിലിടണം, അനസ്തേഷ്യ നൽകണമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു. അത് പ്രകാരമുള്ള നടപടികൾ തുടങ്ങുന്നു. അങ്ങനെ അനസ്തേഷ്യ നൽകി ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കുട്ടിയെ പിന്നെ ജീവനോടെ കണ്ടിട്ടില്ല. അവിടെ വെച്ച് മരിക്കുകയാണുണ്ടായത്. അപ്പോൾ തന്നെ അന്ന് തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഇതൊരു അനസ്തേഷ്യ നൽകിയ പിഴവാണ്, ചികിത്സാ പിഴവുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു, പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ കുട്ടി ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നൊരു വിശദീകരണം മാത്രമാണ് അന്ന് ആശുപത്രി അധികൃതർ ഉണ്ടായത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. ഒന്ന്, ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് വയറ് ക്ലീൻ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് മുൻപ് എന്നുള്ള വിവരമാണ് പോസ്റ്റ്മോർട്ടത്തിൽ ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ്, കൃത്യമായ ഒരു ചികിത്സാ പിഴവ് ആ ചികിത്സയുടെ കാര്യത്തിൽ, കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം അത് യാഥാർത്ഥ്യമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മരണത്തിൻ്റെ കാരണം അനസ്തേഷ്യ നൽകിയതിന് പിഴവാണെന്ന് പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ കൊണ്ടോട്ടി CI ആയിരുന്നു അന്വേഷിച്ചത്. ഇപ്പോൾ കൊണ്ടോട്ടി DSPക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല ഉള്ളത്. അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെയും ആശുപത്രിയിലെയും മറ്റ് ജീവനക്കാരെയും എല്ലാം മൊഴിയെടുക്കേണ്ടതുണ്ട്, മറ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന ആ തരത്തിലാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് വിടണം എന്നുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണം പോരാ, ക്രൈംബ്രാഞ്ച് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നൊരാവശ്യമാണ് ഈ കുടുംബം ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ടോം. ഇത് വളരെ വ്യക്തമാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചികിത്സാ പിഴവാണെന്ന്. പക്ഷേ ഈ കുടുംബം തന്നെ പറയുന്നു ഈ മരണം സംഭവിച്ചപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടു, ഏകദേശം 2 ആഴ്ചയോളം ആകുന്നു. ഇതുവരെയും ആശുപത്രി അധികൃതർ യാതൊരു വിശദീകരണം നൽകിയിട്ടില്ല, ഒരു ആശ്വാസവാക്കുമായി തങ്ങളെ സമീപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? സാധാരണഗതിയിൽ നമുക്കറിയാം ഈ തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ അവിടുത്തെ ചികിത്സാ പിഴവ് മൂലം ഒരു യുവാവ് മരിച്ച സംഭവം പുറത്തു വന്നത് കഴിഞ്ഞ രാത്രിയിലാണ്. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു. അവിടെ പക്ഷേ ആശുപത്രി അധികൃതർ അവരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെയും ഈ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയും ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? അവരുടെ എന്തെങ്കിലും ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാട്, വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ടോം, ഈ ഒരു കുട്ടി മരിച്ച സമയത്ത് ഹൃദയാഘാതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിശദീകരണത്തിന് പിന്നാലെ മറ്റൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യം നമ്മളെല്ലാം, നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇവരുടെ പ്രതികരണം ആരാഞ്ഞ് വിളിച്ചിരുന്നു. കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ്. അവർ പറയുന്നൊരു വിശദീകരണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് അവർക്ക് അറിയുകയില്ല, പോലീസ് അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല, മാധ്യമങ്ങളിൽ കണ്ടത് മാത്രമാണ് അറിവുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കട്ടെ, അതിനുശേഷം പോലീസിനോട് ഞങ്ങളെല്ലാം വിശദമാക്കിക്കൊള്ളാം എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാൻ അവർ തയ്യാറാകുന്നുമില്ല. അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ചോദ്യങ്ങളോടും വിമർശനങ്ങളോടും പ്രതിരോധാത്മകമായിട്ട് തന്നെ നിലപാട് സ്വീകരിക്കുക എന്നൊരു നയമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ളത്. ഇതൊക്കെ തന്നെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും അതിനു മുൻപ് ഈ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങളെയൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു നയം സ്വീകരിക്കുകയോ പരസ്യമായിട്ട് പ്രതികരണം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സമയം വരെയുമുള്ള നിലവിലെ സാഹചര്യം. ടോം. വ്യക്തമാണ്. CB അനുമതാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ചികിത്സാ പിഴവ് മൂലം 4 വയസ്സുള്ള കുട്ടിയുടെ മരണം സംഭവിച്ചത്. ഇത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 3 വർഷം മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്നും വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്ത്. കാൽവെഴുതി വീണാണ് കൊച്ചിയിലെ ഫ്ളാറ്റിലെ 10ാമത്തെ നിലയിൽ നിന്ന് ഐറിൻ റോയ് എന്ന 18-കാരി മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ ഐറിന്റെ മരണത്തിൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പിതാവ് റോയ്. ഞങ്ങൾ സംശയിക്കുന്ന മെയിൻ പ്രതിയെ ഇന്നേ വരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. അതുമല്ല, ഞാൻ ഈ റീഇൻവെസ്റ്റിഗേഷന് കൊടുത്ത വഴി
പുള്ളിക്കാരത്തി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെടാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത് അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന 2 SIമാരാണ് അതിൻ്റെ പുറകിൽ കളിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഒളിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആദ്യമേ സംശയം വരാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമറകൾ മാറ്റി. പിന്നെ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഇവിടുന്ന് വീണിട്ട് പോലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം അവർ തൊട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ ടെസ്റ്റിൽ എത്തിച്ചത്. അതിനിടയ്ക്ക് ഒരു അന്വേഷണം വഴിവെച്ച് വേറെ വഴിക്ക് വിടാനൊക്കെ മാറ്റി നോക്കിയവർ. ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഇതിനകത്ത് ഉണ്ട്, എൻ്റെ പുറകിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഐറിൻ റോയി എന്ന 18-കാരിയുടെ മരണം സംഭവിക്കുന്നത്. അന്ന് അത് വലിയ രീതിയിൽ വാർത്തയായതാണ്, ചർച്ചയായതാണ്. കാരണം 10ാമത്തെ നിലയിൽ നിന്നും ഒരു പെൺകുട്ടി വീണ് മരിക്കുന്നു. അതിൽ ചില ദുരൂഹതകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു, സംശയിച്ചിരുന്നു. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ചിലർ സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ അന്വേഷിച്ചില്ല, തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് ഈ പിതാവ് പറയുന്നത്. അദ്ദേഹം വിദേശത്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ആജ്ഞ. ടോം, 2021 ഓഗസ്റ്റിലാണ് ഈ ഐറിൻ റോയി എന്ന് പറയുന്ന 18 വയസ്സുള്ള ഈ പെൺകുട്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ 10ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്തൊക്കെ ഇത് കാൽ വഴുതി വീണതാണ്. മുകളിൽ എക്സസൈസ് ചെയ്തിരുന്ന സമയത്ത് കാൽ വഴുതി വീണതായിരുന്നു എന്നായിരുന്നു നിഗമനം. പക്ഷേ അത് മാത്രമല്ല, അതേ തുടർന്ന് ഈ പിതാവിനുണ്ടായ കുറച്ച് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സംശയം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടിയിലേക്ക് നീക്കുകയും അതേ തുടർന്ന് അദ്ദേഹം ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനകത്ത് ഈ തരത്തിൽ പെൺകുട്ടി കാൽ വഴുതി വീണതാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ബന്ധുവായ പെൺകുട്ടി, ഐറിന്റെ ബന്ധുവായ പെൺകുട്ടിയും ഈ ഐറിനും തമ്മിലുണ്ടായ ഒരു തർക്കം, അത് പിടിവലിയായി. അതേ തുടർന്നാണ് ഐറിൻ ഈ 10ാം നിലയിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് റോയി ഊക്കൻ എന്ന് പറയുന്ന ഈ പിതാവ് ഇപ്പോൾ അതുമായി ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സംശയം ഇദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. ഈ സംഭവത്തിനു ശേഷം 7ാമത്തെ ദിവസം ഐറിന്റെ ചിത്രം ഈ ബന്ധുവിന്റെ വീട്ടിൽ തൂക്കാനായി കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടി അതിശക്തമായി അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പെൺകുട്ടിക്ക് ഈ കേസ് നൽകിയ സാഹചര്യത്തിൽ പെൺകുട്ടിയെ വിദേശത്തേക്ക്, ഇവിടെ പ്രത്യേകിച്ചും ഈ കേരളത്തിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന ജോലി ഉണ്ടായിരുന്നിട്ടും വിദേശത്തേക്ക് പെട്ടെന്ന് പഠനത്തിനെന്നും പറഞ്ഞു പോകുന്ന സാഹചര്യം. ഇത്തരത്തിലൊക്കെ മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഐറിന്റെ സഹോദരനായ അലനാണ് ഈ പെൺകുട്ടിയെ തെള്ളിയിട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു സാഹചര്യം, എന്നുള്ള തരത്തിലുള്ള കിംവദന്തികൾ ഈ ബന്ധുക്കളായ, അതായത് ഈ റോയി ആരോപിക്കുന്ന ബന്ധുവായ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ റോയി വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസ് പുനരന്വേഷിക്കണം, ഇതിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ റോയി വിദേശത്താണുള്ളത്. അദ്ദേഹം ഇമെയിൽ വഴിയാണ് ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകൾ അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ പെൺകുട്ടിയുടെ ഐറിന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും അവർ രോഗശയ്യയിലാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി ഈ ബന്ധുക്കളുടെ ഇതിന്റെ പിന്നിലും ഇവരുടെ പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി റോയിക്കുണ്ട്. എന്തായാലും ഇപ്പോൾ തന്റെ മകളുടെ 2021 ഈ പെൺകുട്ടി മരിക്കുന്നത്. 3 വർഷത്തിന് ശേഷം തന്റെ മകളുടെ മരണത്തിന് പിന്നിൽ എന്താണ്, അതിന്റെ ദുരൂഹത എന്താണ് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് ഈ പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ടോം, അതായത് 2021 ഓഗസ്റ്റിലാണ് ഐറിൻ റോയിയുടെ മരണം സംഭവിക്കുന്നത്. പിന്നീട് ദുരന്തങ്ങൾ വേട്ടയാടുന്നു. അതായത് ഐറിൻ്റെ അമ്മ, ഈ റോയിയുടെ ഭാര്യയുടെ മരണം സംഭവിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ദുരന്തം വേട്ടയാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോഴും തൻ്റെ മകളുടെ മരണത്തിൽ നീതി തേടി നിയമ പോരാട്ടം നടത്തുകയാണ്. ആജ്ഞ, നിലവിൽ DGPക്ക് അടക്കം റോയി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിൽ പുറത്തു വന്ന വാർത്തകൾ ഈ ഐറിൻ സ്വന്തം സഹോദരനൊപ്പം ടെറസിന് മുകളിൽ നടക്കുന്നതിനിടെ കാൽ വഴുതി വീണ് മരിച്ചു എന്നായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വാർത്തകൾ. പോലീസും ആ രീതിയിലാണ് അന്വേഷണം നടത്തിയത്. ആ ഘട്ടത്തിലൊന്നും ഒരു രീതിയിലും ഈ ബന്ധുവായ പെൺകുട്ടിയുടെ
പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവർ പുറത്തു പറഞ്ഞിരുന്നില്ല. ഈ കുടുംബം, ഈ അയറിൻ്റെ പിതാവോ മറ്റോ ബന്ധുക്കളോ പുറത്തു പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് ഇവർ രംഗത്ത് വരാൻ കാരണം ഇതുപോലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അത് തന്നെയാണ് കേട്ടോ ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്. കാരണം തുടർന്നുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് പെൺകുട്ടി മരിച്ചതിന്റെ 7ാം ദിവസം ഈ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ വീട്ടിലെത്തുമ്പോൾ ഈ ഐറിൻ മരിച്ച് 7ാമത്തെ ദിവസം ഈ ബന്ധുവായ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ ചിത്രവും കൊണ്ട് എത്തുമ്പോൾ അതിശക്തമായിട്ടാണ് ഈ പെൺകുട്ടി ഈ ചിത്രം ഇവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ പ്രതികരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ കാരണം ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അടുത്ത ബന്ധുക്കളാണ്. ഈ ഒരു സാഹചര്യം പിന്നീട് അങ്ങോട്ടുണ്ടായ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പെരുമാറ്റത്തിലുണ്ടായ അകൽച്ച, അത്തരം കുറെ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് റോയ് ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ തന്റെ മകനായ അലനാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ആളുകൾ ശ്രമിച്ചു. അത് അദ്ദേഹത്തിന് വ്യക്തമായി. മാത്രമല്ല, തന്റെ ഭാര്യ രോഗശയ്യയിലായിരുന്നപ്പോൾ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നൊരു സംശയം റോയ്ക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയുടെ മരണത്തിന് പോലും കാരണക്കാരായവര് അവരാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഒരു ചോദ്യവുമായി ഇപ്പോൾ പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നത്. കാരണം തനിക്ക് ഇത്തരം സംശയങ്ങളുണ്ട്, ഇതിൽ കൂടുതൽ അന്വേഷണം, കൂടുതൽ വ്യക്തത വരുത്തണം, തൻ്റെ മകളുടെ മരണവുമായി സംഭവിച്ചിട്ടുള്ള ദുരൂഹത എന്താണ്, ദുരൂഹത മറന്നീക്കണം, ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് റോയി പോലീസ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആരോപിക്കുന്നത് ഐറിന്റെ പേരിൽ ഇവർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു സംശയം കൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യം പറയാൻ തയ്യാറല്ല. എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെയായാലും 3 വർഷത്തിനു ശേഷം തൻ്റെ മകളുടെ കൊലപാതകത്തിന് മകൾ ഇല്ലാണ്ടായത് ഒരു കൊലപാതകത്തിലൂടെയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിന് നീതി കിട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ദുരൂഹത മാറ്റുന്ന തരത്തിലേക്ക് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടാണ് റോയ് യൂക്കൻ എന്ന് പറയുന്ന ഈ പിതാവ് അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 3 വർഷം മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്നും വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ബന്ധുവായ ഒരു പെൺകുട്ടിക്ക് ഇതിൽ പങ്കുണ്ട്. മകളുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമെന്നാണ് പിതാവ് റോയ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ താരത്തിൻ്റെ മരണത്തിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പോലീസ്. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം താരം ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സോഷ്യൽ മീഡിയ താരത്തിന്റെ മരണത്തിൽ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നു. നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ ബിനോയ്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഈ ബിനോയ് എന്ന ഈ യുവാവും ഈ സോഷ്യൽ മീഡിയ താരമായ +2 വിദ്യാർത്ഥിനിയും തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ഈ ബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുകയും അതിൽ മനംനൊന്ത് ഈ ഇൻസ്റ്റഗ്രാം താരം ജീവനൊടുക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ ആക്രമണം ഈ സമീപകാലത്ത് ഉണ്ടാവുകയും പിന്നീട് ഇത്തരത്തിൽ മാനസികമായി തകരുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ പോക്സോ നിയമപ്രകാരം പോലീസ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ടോം, വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ. നേരത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട യുവാവുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഇരുവരും വളരെ ആക്റ്റീവായിട്ടാണ് ഇതിൽ സോഷ്യൽ മീഡിയയിലുള്ളത്. പതിവായി റീൽസൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാക്കളെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ യൂട്യൂബിലൊക്കെയും സജീവമായി ഉള്ള ആളാണ്. ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിൽ +2 കഴിഞ്ഞ പെൺകുട്ടിയാണ്. പിന്നീട് ഇവർ ഈ അടുപ്പത്തിലായ ശേഷം
22-കാരനായ യുവാവ് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് നേരത്തെ ചില വിവരങ്ങൾ ആ തരത്തിലുള്ള പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നത്. വീട്ടുകാരും സുഹൃത്തുക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി വന്നു. അതിന് കാരണമായി ആദ്യം പറഞ്ഞത് ഇവർ വേർപിരിഞ്ഞു. അതിനുശേഷം ഈ നെടുമങ്ങാട് സ്വദേശിയുടെ ആരാധകർ പെൺകുട്ടിയുടെ പേജിലേക്ക് എത്തുകയും അവിടെ മോശം പരാമർശങ്ങൾ, മോശം കമൻറ്റുകൾ ഇടുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനമായിരുന്നു. എന്നാൽ ആ നിലയ്ക്കല്ല എന്ന് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മാതാവ് വെളിപ്പെടുത്തി. മാധ്യമങ്ങളോടക്കം പറഞ്ഞത് തൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടായ ഈ അധിക്ഷേപം കാരണമല്ല, മറിച്ച് ഈ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. ആ യുവാവ് ചൂഷണം ചെയ്തു എന്ന നിലയ്ക്ക് തന്നെയാണ്. പോലീസ് 2 പേരുടെയും ഫോൺ പരിശോധിച്ചു. ഇതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു. ഈ യുവാവിൻ്റെ ഫോണിൽ നിന്ന് ഈ യുവതിയുമായുള്ള ചില ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു എന്ന വിവരമാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും പോക്സോ കേസിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന ഇത് മനസ്സിലാകുകയുള്ളൂ, അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയൂ. ഏതായിരുന്നാലും ഇതുവരെയുള്ള ഒരു കണ്ടെത്തലും നിഗമനവും വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ഈ ഒരു സൗഹൃദത്തിലേക്ക് പോവുകയും പിന്നീട് ഇവർ നേരിൽ കണ്ടു, അതിനുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഇവർ തങ്ങളുടെ അടുപ്പം പുറം ലോകത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വേർപിരിയലിന് ശേഷം ഈ അധിക്ഷേപം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വലിയ തോതിൽ അധിക്ഷേപം ഈ പെൺകുട്ടിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ഏതായിരുന്നാലും പിന്നീട് വീട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ രംഗത്തെത്തി. കാരണം ഈ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ബിനോയ് തന്നെ പോലീസിനെ ചോദ്യം ചെയ്ത് പറഞ്ഞ വിവരം ഈ സൈബർ ആക്രമണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. ഇതിന് പിന്നാലെയാണ് വിനോദ് ഈ പോലീസ് ഈ പെൺകുട്ടിയുടെയും ബിനോയുടെയും ഫോൺ പരിശോധിക്കുന്നത്. ഈ ഫോണിൽ ഈ ലൈംഗിക ചൂഷണം നടന്നതുമായി ബന്ധപ്പെട്ടും ഇവരുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഉണ്ടോ? ഈ ഫോണിലെ പരിശോധന അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? അങ്ങനെയുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 പേരുടെയും ഫോൺ പരിശോധിച്ചിരുന്നു. സൈബർ വിഭാഗം തന്നെ വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചു. ഒരാഴ്ച മുൻപാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് ഒരാഴ്ച ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശ്വാസതടസ്സം അത് രൂക്ഷമാവുകയും മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരാഴ്ച ചികിത്സയിൽ കഴിഞ്ഞു. വെന്റിലേറ്ററിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി ചികിത്സയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഏതായിരുന്നാലും അതൊരു ദുഃഖകരമായ സംഭവം തന്നെയാണ്. +2 പരീക്ഷ കഴിഞ്ഞ് 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടി ഒരു അടുപ്പത്തിലേക്ക് പോകുന്നു. ആ അടുപ്പത്തിൻ്റെ പേരിൽ കുറേ നാൾ അവർ അങ്ങനെ പോവുകയും പിന്നീട് ഈ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന ഒരു വിവരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഇതിനുശേഷം ഈ യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്ന പരാതിയുമുണ്ട്. അതേക്കുറിച്ചെല്ലാം തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യുവാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 തവണ അതിന് മുൻപ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് ടോം സൂചിപ്പിച്ചതുപോലെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ, ഈ സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല, താൻ അപമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഏർപ്പെടുത്തി ഈ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ ആ തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് 2 പേരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നത് മാത്രമല്ല, പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അത് ഈ തരത്തിലുള്ള ലൈംഗിക പീഡനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വകുപ്പുകൾ ചുമത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇനി കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതുണ്ട്. കോടതിയിൽ കസ്റ്റഡി അപേക്ഷ വ്യക്തമാണ്. പക്ഷേ വിനോദ്, ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കേസെടുത്തു, ബിനോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. അതിനപ്പുറം ഈ സൈബർ ആക്രമണത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? കുടുംബം പറയുന്നത് സൈബർ ആക്രമണമല്ല ഈ മകൾ ജീവനെടുക്കാനുള്ള കാരണം, ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ഉണ്ടായതാണ് മകളെ വിഷമിപ്പിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പരാതി ഇല്ലെങ്കിൽ പോലും, കുടുംബത്തിന് അത്തരം ഒരു പരാതി ഇല്ലെങ്കിൽ പോലും ഈ സൈബർ ആക്രമണം വളരെ വ്യക്തമാണ്. നമുക്ക് കാണാം, ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ പേജിലടക്കം
സമൂഹം ഈ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, ഇത് നമ്മൾ രണ്ടായി തന്നെ കാണേണ്ടതാണ്. കാരണം ഈ സൈബർ ആക്രമണത്തിൽ സാധാരണ നിലയിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദിവസവും നിരവധി പേരാണ് ഇങ്ങനെ ഈ ബുള്ളിയിങ്ങിന് ഇരയായിട്ട് വരുന്നത്. സൈബർ ബുള്ളിയിങ് അതിഭീകരമാണ്. പലരെയും മാനസികമായി തളർത്തിക്കളയും. ഒരുപക്ഷെ അത് നേരിടാൻ കെൽപ്പുള്ള ആളുകളുണ്ടാവും. അത് ഈ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരോ സെലിബ്രിറ്റികളോ ആ തരത്തിൽ ഒക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ ഇത് സ്ഥിരമായതുകൊണ്ട് തന്നെ അവർക്ക് അത് നേരിടാൻ കഴിയും. അല്ലെങ്കിൽ ആ തരത്തിൽ മനക്കരുത്തുള്ള ആളുകളുണ്ട്. അവർ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മറ്റ് സെലിബ്രിറ്റികളും ഒന്നും ആയില്ലെങ്കിൽ കൂടിയും അങ്ങനെ നേരിടാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ ചിലർക്ക് അതിന് കഴിയില്ല. ചെറിയ സംഭവങ്ങൾ പോലും മാനസികമായി അവരെ വലിയ ദുഃഖത്തിലേക്ക് തള്ളിവിടും. പലരും ഈ ട്രോമ എന്ന് പറയുന്ന മാനസികമായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന ആളുകൾ വരെയുണ്ട്. ഒരുപക്ഷെ ജീവിതമൊക്കെയും വലിയ നിരാശയിൽ ആയിപ്പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്കത് ഒരുപക്ഷെ താങ്ങാൻ കഴിയില്ല. പൊതുവിൽ ആക്ഷേപിക്കപ്പെടുന്നു. സമൂഹം ഇനി തങ്ങളെ എങ്ങനെ കാണും എന്ന ഒരു ചിന്ത, പ്രത്യേകിച്ച് ഈ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു, അതിൽ ചതി പറ്റി, അങ്ങനെ ആ ബന്ധം അവസാനിച്ചു പോയി. അതിൻ്റെ ഒരു ദുഃഖത്തിന് പിന്നാലെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹം ആ ആളെ തന്നെ ഒരുപക്ഷെ വളരെ മാനസിക പ്രയാസത്തിൽ കഴിയുന്ന ഒരാളെ തന്നെ കുറ്റക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് മോശം കമൻറ്റുകൾ ഇടുമ്പോൾ ഒരു വശം അത് തന്നെയാണ്, ഒരു ഘടകം അത് തന്നെയാണ്. പക്ഷേ പോലീസിന് അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചാൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് തന്നെയാണ്. കാരണം പല ആളുകൾ ഇത് നേരിടുന്നുണ്ട്. പല ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും ജീവിതം തകർന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അധിക്ഷേപങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പോലീസ് വിചാരിച്ചാൽ മാത്രം കഴിയുന്നൊരു കാര്യമല്ല. അത് ഈ കേസിലും സോഷ്യൽ മീഡിയയിൽ വന്ന അധിക്ഷേപങ്ങൾക്ക് പോലീസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രതിക്കെതിരെ ഉള്ള വകുപ്പുകൾ, അതിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കും. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം താരം ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ആലുവയിൽ 1 കോടി രൂപ വിലമതിക്കുന്ന MDMA-യുമായി യുവതിയും സുഹൃത്തും പിടികൂടിയ കേസാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയാണ് MDMA-യുമായി ബംഗളൂരു സ്വദേശി സർമീൻ അക്തർ പിടിയിലായത്. ഈ പിടിയിലായ സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ മുൻപ് 2 തവണ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ സർമീൻ അക്തർ എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. NCBയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഇതിനു മുൻപ് പലതവണ പിടിയിലായിട്ടുണ്ട്. ഈ ഒരു സംഘത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഈ കേരളത്തിലേക്ക് മാത്രമാണോ ഈ സർമീൻ അക്തർ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നത്? ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഡൽഹിയിൽ നിന്നും വരുന്ന കേരള എക്സ്പ്രസിൽ മയക്കുമരുന്നുമായി 26 വയസ്സുകാരിയായ സമീർ എന്ന യുവതി എത്തുന്നതായി ഒരു വിവരം പോലീസിന് ലഭിച്ചത്. ഇത് റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ആലുവ പോലീസ് പ്രത്യേക സംഘമായി ഇവിടെ എത്തിയത്. ഈ സന്ദേശം ശരിയായിരുന്നു. ഈ കേരള എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന സമീർ അക്തർ എന്ന യുവതി മയക്കുമരുന്ന് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്തിയിരുന്നത്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശി കൂടിയാണ് ഈ യുവതി. ഇവർ ഈ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ലഹരിക്കടത്ത് സംശയിച്ച് ഇതിനു മുൻപ് 2 തവണയാണ് ഇവരെ NCB ചോദ്യം ചെയ്തിരുന്നത്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർ സ്ഥിരമായി
സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി കടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇവരുടെ പ്രധാനപ്പെട്ട ഇടം ഡൽഹിയും ബംഗളൂരുവാണ്. ഇവർ ട്രെയിനിൽ വന്ന്, അതായത് ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഹീറ്ററിലോ മറ്റേതെങ്കിലും വിധത്തിൽ ഇവർ ലഹരി ഒളിപ്പിച്ച് അവരുടെ ആവശ്യക്കാർ, അതായത് ഇവർക്ക് ലഹരി കൊടുക്കേണ്ടവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുന്നു, ഇവരെ കാത്തു നിൽക്കുന്നു. ഈ ലഹരി അവർക്ക് കൈമാറി പണവുമായി തിരിച്ച് ട്രെയിൻ കയറി അവർ തിരിച്ച് അവരുടെ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ പോകും. അങ്ങനെ സ്ഥിരമായി കൊച്ചിയിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഈ യുവതി എന്ന് പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഇന്നലെ ലഹരിയുമായി എത്തിയതായിരുന്നു. അപ്പോഴാണ് പോലീസിന്റെ പിടിയിൽ ഇവർ അകപ്പെടുന്നത്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വസ്തു വാങ്ങാനെത്തിയ യുവാവിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മറ്റ് യുവാക്കൾ ഇവരെ പോലീസ് പിടികൂടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. യുവതിയുടെ ഫോൺ അടക്കം പരിശോധിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യുവതി ഈ ലഹരിക്കടത്തിലെ, അതായത് പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ണി കൂടിയാണ് ഈ അറസ്റ്റിലായ 26 വയസ്സുകാരിയായ സമീൻ അക്തർ എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. നവമി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന പല വാർത്തകളും പരിശോധിച്ചാൽ യുവതികളെയും പെൺകുട്ടികളെയും മറയാക്കി ലഹരിക്കടത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മോഡലിംഗ് രംഗത്ത് ഉൾപ്പെടെ ഈ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു. മോഡലിങ്ങിനായി പോകുന്ന, ബംഗളൂരുവിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് ലഹരി നൽകിയ അവരതിൻ്റെ ക്യാരിയർമാരാകുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഈ സർമീൻ അക്തറിനെയും ഈ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചത് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഈ സർമീൻ അക്തർ ഒരു ക്യാരിയർ മാത്രമാണോ, ഈ ലഹരി മാഫിയയിലെ ഒരു പ്രധാന കണ്ണിയാണോ? ടോം, അന്വേഷണ സംഘം അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവരുടെ കസ്റ്റമേഴ്സ്, അതായത് ഇവർ കൊണ്ടുവരുന്ന ലഹരി ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും യുവതികളും യുവാക്കളുമാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവും ഇത് സമ്മതിക്കുന്നുണ്ട്. കുറച്ചധികം നാളുകളായി ഈ സമീർ അക്തറിൽ നിന്നും ഇവർ ലഹരി ഇടപാട് നടത്തുന്നുണ്ട്, കൈപ്പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തുകയും ഇവർക്ക് കൈമാറുന്നുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം നീളുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് അൽക്ക ബോണി എന്ന മോഡലിംഗ്, പ്രശസ്ത മോഡൽ. ഇവർ ബാംഗ്ലൂരുവിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൊണ്ട് കൊച്ചിയിലേക്ക് എത്തുകയും അവരുടെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മറ്റ് കസ്റ്റമേഴ്സിനൊക്കെ ലഹരി ഇടപാട് നടത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഇവരും ഈ പ്രധാനപ്പെട്ട ആർക്കൊക്കെയാണ് ഇങ്ങനെ ലഹരി കൈമാറുന്നത്? യുവാക്കൾക്കും യുവതികൾക്കും മാത്രമാണോ, അതോ സ്കൂൾ വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് ഇവർ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ യുവതി മാത്രമാണോ, ഇവർക്കൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റാരൊക്കെയാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ ലഹരി എത്തിക്കുന്നത് എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഫോൺ അടക്കം പരിശോധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഒഴുക്ക് ഈ അടുത്ത കാലത്തായി ഈ നമ്മൾ നിരന്തരം വാർത്ത നൽകുന്നതാണ്. കൊച്ചിയിലേക്കുള്ള ലഹരിയുടെ ഇടപാടുകൾ വലിയ രീതിയിലാണ് എത്തുന്നത്. ബംഗളൂരു, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് ലഹരിയുടെ വലിയൊരു ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ, ഇവരെയാണ് പ്രധാനമായും ഈ സംഘങ്ങൾ ഇരയാക്കുന്നത്. അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുമൊക്കെ ലഹരി വിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇതിനോടുകൂടി വലിയ ഒരുപാട് തുക ഇവർക്ക് ലഭിക്കുകയും ഒരു ആഡംബര ജീവിതമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ സംഘങ്ങളായി ചേർന്ന് ലഹരി ഇടപാടുകൾ നടത്തുന്നതെന്നും നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായ യുവതിയെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നീങ്ങുന്നുണ്ട്. ഈ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെയും ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആലുവയിൽ 1 കോടി രൂപ വിലമതിക്കുന്ന MDMAയുമായി യുവതി പിടിയിലായ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഈ സംഘത്തിലെ ഈ ലഹരി മാഫിയയിലെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ FIR റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജിയിൽ സർക്കാരിനോട് നിലപാട് തേടി ഹൈക്കോടതി. കേസ് ഒത്തുതീർപ്പായെന്ന് രാഹുൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി നോട്ടീസ് അയച്ചത്. പന്തീരാങ്കാവ് SHO, പരാതിക്കാരി എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്.
കേസ് റദ്ദാക്കാനുള്ള യുവതിയുടെ സത്യവാങ്മൂലം രാഹുലിന്റെ ഹർജിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുമ്പോഴാണ് ഇത്തരമൊരു നീക്കം. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. പോലീസ് ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും കോടതിയിൽ സ്വീകരിക്കാൻ പോവുക? ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പരാതിക്കാരി നൽകിയിട്ടുള്ള ഹർജി അനുസരിച്ചിട്ട് എഫ്ഐആർ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പരാതിക്കാരി തനിക്ക് പരാതിയില്ല എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഈ സത്യവാങ്മൂലത്തിന്റെ പകർപ്പും കൂടി വെച്ചിട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൽ ഒത്തുതീർപ്പായി, കേസ് ഒത്തുതീർപ്പായി, അതുകൊണ്ട് ഇതിന്റെ എഫ്ഐആർ റദ്ദ് ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയും പന്തീരങ്കാവ് സിഐയുടെയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെയും നിലപാട് അറിയിക്കാൻ ഹൈക്കോടതിയെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം, വളരെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതി രാഹുൽ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നറിയാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് പെൺകുട്ടി തനിക്ക് തന്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് താൻ ഇങ്ങനെ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും ആരോപിച്ച് ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകിയത് എന്നൊരു വെളിപ്പെടുത്തുന്ന വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. അതേ തുടർന്ന് ബന്ധുക്കൾ, വീട്ടുകാർ പരാതി കൊടുക്കുന്നു. മറ്റാരുടെ സമ്മർദ്ദം മൂലമാണ് പെൺകുട്ടി ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നത് എന്നൊരു സാഹചര്യത്തിലേക്കാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ നിന്നത്. അതേ തുടർന്ന് പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പിതാവ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അവർ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം പോലീസിന് ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. തുടർന്ന് പെൺകുട്ടി ഡൽഹിയിലാണ് എന്നാണ് അറിയുന്നത്. തുടർന്ന് പെൺകുട്ടി തന്നെ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. താൻ ആരുടെയും നിർബന്ധത്താലോ അല്ലെങ്കിൽ സമ്മർദ്ദത്താലോ വഴങ്ങിയല്ല, തന്നെ ആരും എവിടെയും പിടിച്ചു വെച്ചിട്ടുമില്ല, തന്റെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലൊരു വീഡിയോ അതാണ് വിശദമായി പരിശോധിക്കേണ്ട വിഷയം. പല രീതിയിലുള്ള ദുരൂഹതകളും ഈ ഗാർഹിക പീഡന കേസിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് താൻ ഒരു കള്ളപ്പരാതിയാണ് നൽകിയത്, വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്ന് യുവതി വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യുവതി സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിനി നിലനിൽക്കുമോ? മനസ്സിലാക്കുന്നത് ഒരൊറ്റ സാധ്യതയുള്ളൂ. കാരണം രാഹുൽ തല്ലി മർദ്ദിച്ചു എന്നൊരു സാഹചര്യം മാത്രം നിലനിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ പോലീസ് തീരുമാനിക്കണം ഇക്കാര്യത്തിൽ എങ്ങനെ പോകണം എന്നുള്ളത്. മാത്രമല്ല, പെൺകുട്ടി രണ്ടാമത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, പന്തീരങ്കാവ് സിഐയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തനിക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ടാണ് സിഐ അത്തരത്തിലൊരു നിലപാടെടുത്തത്. പക്ഷെ പിന്നീട് പെൺകുട്ടി മൊഴി മാറ്റുന്നു. പക്ഷെ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും ആദ്യം മുതലേ പെൺകുട്ടി പോലീസ് തന്നോട്, പ്രത്യേകിച്ച് സിഐ അപമര്യാദയായി പെരുമാറി ഈ കേസിൽ വേണ്ടത്ര ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. പെൺകുട്ടി അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും അവർ വ്യക്തമാക്കിയത് അങ്ങനെയാണ്. പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം മൂലമാണ് രാഹുൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ രാഹുലിനെതിരെ ഗാർഹിക പീഡന കേസ് ചുമത്താൻ പോലീസ് തയ്യാറായില്ല, സ്ത്രീധന പീഡന കേസ് ചുമത്താൻ പോലീസ് തയ്യാറായില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിരുന്നിനെത്തിയ 26ഓളം പേര് ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും അതിന് വേണ്ട ഒരു നടപടിയോ നിലപാടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പന്തീരങ്കാവ് സിഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്ന് സിഐയെ സസ്പെൻഡ് ചെയ്യുകയും പുതിയ അന്വേഷണ സംഘം വരികയും ചെയ്തു. അങ്ങനെ സംസ്ഥാനത്തെ മുഴുവൻ വനിതാ കമ്മീഷൻ ഈ കേസിൽ ഇടപെടുന്നു. മന്ത്രി ബിന്ദു പെൺകുട്ടിയെ സന്ദർശിക്കുന്നു, എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അത്തരത്തിൽ വളരെ വേഗം സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം ഉന്നയിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു കേസിൽ വളരെ വേഗത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുകയും ആക്ഷൻ എടുക്കുകയും സിഐയെ സസ്പെൻഡ് ചെയ്യുകയും പുതിയ അന്വേഷണ സംഘം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ പെൺകുട്ടി ഞെട്ടിച്ച് അങ്ങേയറ്റം നാടകീയമായാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. താൻ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം. തീർച്ചയായും ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഏറെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സംഭവിച്ചത്. ഇനി ആ കേസിന്റെ ഗതി എന്തായിരിക്കും? പോലീസിന്റെ നിലപാട് ഏറെ നിർണായകമാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.